ചീഫ് ജസ്റ്റിസിന് നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമ ശ്രമം. ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം നടന്നിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ. 100ാം വാർഷികത്തിലും സ്വപ്നം സാക്ഷാത്കരിക്കാനാവാത്തതിന്റെ മാനസിക സംഘർഷമാണോ സംഘപരിവാർ ചീഫ് ജസ്റ്റിസിന് നേരെ തീർക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു ഘട്ടത്തിൽ പോലും നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഒരു പ്രത്യക്ഷ ആക്രമണം ഈ വിധം ഉണ്ടായിട്ടില്ല. 100 വർഷം ആഘോഷിക്കുന്ന RSSന്റെ ആശയ പദ്ധതികൾക്ക് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എതിരു നിന്നതാണോ അവരെ ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RS ഗവായിക്കു നേരെ ഉണ്ടായ ആക്രമണം ഹിന്ദു ഭൂരിപക്ഷ അജണ്ടയുടെ എക്കാലത്തെയും മുദ്രാവാക്യത്തിന്റെ ഭാഗമാണ്. RSSന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ചീഫ് ജസ്റ്റിസിന്റെ അമ്മയെ സംഘാടകർ ക്ഷണിച്ചിരുന്നു. താനൊരു തികഞ്ഞ അംബേദ്കറിസ്റ്റ് ആണെന്ന് മറുപടി നൽകിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ അമ്മ കമൽതായ് ഗവായി RSSനെ മടക്കി അയച്ചത്. ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടു കൊടുക്കാനുള്ളതല്ല ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ള ബോധ്യം പിന്തുടരുന്ന ചീഫ് ജസ്റ്റിസിനു നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് എന്തു സന്ദേശമാണ് സംഘപരിവാർ ഇന്ത്യക്ക് നൽകുന്നത്? തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാൻ കഴിയാത്ത ഒന്നും ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട എന്ന ആശയം ഫാസിസത്തിന്റേതാണ്. ആ ആശയത്തിന്റെ പ്രയോക്താക്കൾ ചെരുപ്പുമായി കോടതിയെ നേരിടാൻ തയ്യാറെടുക്കുന്നത് അപലപനീയവും അപകടകരവുമാണ്. RSS ആശയങ്ങളുടെ മാത്രം പ്രചാരണ വേദിയല്ല ഇന്ത്യ. ഇത് അനേകായിരം മനുഷ്യരുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന 10,000ങ്ങളുടെ ഭൂമിയാണ്. ഏതെങ്കിലും സംഘടനയ്ക്ക് തീരെഴുതി കൊടുക്കാൻ ഇന്ത്യൻ ജനാധിപത്യം ശ്രമിച്ചിട്ടുമില്ല, ഇനിയൊട്ട് ശ്രമിക്കുകയുമില്ല. ചീഫ് ജസ്റ്റിസിന് നേരെ ഉയർന്ന സംഘപരിവാറിന്റെ അക്രമം 100 വർഷം തികയുന്നതിന്റെ ആക്രോശമാണെങ്കിൽ അത് കൈമോശം എന്ന ആശയം മാത്രമാണ്. 100 തികഞ്ഞ RSSനേക്കാൾ 75 തികഞ്ഞ റിപ്പബ്ലിക് തന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് വലുത്.